ഉസ്താദേ, ഓ, ഞാൻ എന്നും ഖുർആനാണ്, പക്ഷെ ഓതുന്നതിൽ ഭയങ്കര തെറ്റാണ് ഉസ്താദേ. അതായത് മക്കളെ എന്നും ഓതാറില്ലേ, ശ്രമിക്കാറില്ലേ? പക്ഷെ തെറ്റ് ആർക്കാ സംഭവിക്കാത്ത? എല്ലാവർക്കും തെറ്റ് സംഭവിക്കും. തെറ്റ് സംഭവിക്കാത്തതായിട്ട് ആരുമില്ല. പക്ഷെ നമുക്ക് ഓതാനുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. അങ്ങനെ ഓതി ഓതി വരുമ്പോൾ ഇതൊക്കെ അങ്ങ് ശരിയാകും. സാധാരണ ഓതുന്ന ഏതാ? യാസീൻ. യാസീൻ വെറുതെ എപ്പോഴും ഓതുവോ? മോൻ ഇത് പ്രചോദനമായതാരാ? ഉമ്മയും വാപ്പയും. അതെ, ഈ ഉമ്മയും വാപ്പയും എന്ന് പറയുന്ന രണ്ട് ജീവിതം നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ ചില വീട്ടിലൊക്കെ മക്കൾക്ക് പ്രചോദനം അവരാകാറുണ്ട്, ചിലയിടത്തൊക്കെ അവർ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇതിൻ്റെ ഗൗരവം എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാകാത്തത് എന്നും എനിക്കറിയില്ല. എന്നാലും ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള ഖുർആനൊക്കെ ഷെൽഫിൻ്റെ അകത്ത് പൊടി മാറാതിരിക്കുന്നൊരവസ്ഥയാണോ, അതോ നിങ്ങളൊക്കെ എന്നും എടുത്ത് ഓതുന്നവരാണോ? സ്വയം ഒന്ന് നിങ്ങൾ വിലയിരുത്തുക. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതുപോലെ ഇതുപോലെയുള്ള ഓരോ മക്കളും നമ്മളുടെ വീടുകളിൽ ഉണ്ടാകണം. അവർക്ക് പഠിക്കാനുള്ള പ്രചോദനം നമ്മളായി മാറണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതുന്നവരെ ഉപമിക്കുന്നത് ഓറഞ്ച് എന്ന പഴത്തിനോടാണ്. കാരണം ഓറഞ്ച് എന്ന പഴത്തിന് നല്ല രുചിയും നല്ല വാസനയും ഉണ്ട്. അതായത് ഒരു ഖുർആൻ ഓതുന്ന സത്യവിശ്വാസിയുടെ വായിലൂടെ വരുന്ന വർത്തമാനം ഖുർആനിൻ്റെ മാധുര്യം പോലെയാണ്. അവൻ രുചിക്കുന്ന ഓറഞ്ചിൻ്റെ രുചി പോലെയാണ് അവൻ്റെ ഈമാൻ, വിശ്വാസം എന്നുള്ളതാണ് മുത്തുനബി പറയുന്നത്. അതുപോലെ ഖുർആൻ ഓതാത്തൊരു സത്യവിശ്വാസിയോ, അവനിൽ വിശ്വാസമുണ്ട്, അതായത് കാരക്ക പോലെ, അതിന് രുചിയുണ്ട്, പക്ഷേ അതിനൊരു വാസനയില്ല, അവൻ്റെ വാക്കുകൾക്ക് സൗരഭ്യമില്ല. ഇനി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഖുർആൻ ഓതുന്ന സത്യവിശ്വാസിയാകണോ ഓതാത്ത സത്യവിശ്വാസിയാകണോ? നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇതുപോലെയുള്ള മക്കൾ നമ്മളുടെ വീട്ടിലും ഉണ്ടാകട്ടെ. ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാനും നിങ്ങളൊരു കാരണമാകണം. അല്ലാഹു തആല ഇതൊക്കെയും സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.